അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വർഷം മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ആവശ്യം അവന് അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ ആവശ്യം അവനക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ ദിക്ർ അവൻ ജീവിതത്തിൽ ചൊല്ലുകയും അവൻ്റെ ആവശ്യം അവൻ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യമായിരുന്നു അത് അവനിക്ക് നിറവേറി കിട്ടുകയും ചെയ്തു. അത് ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. ആ സമയത്താണ് അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവൻ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ട് അവൻ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യം അവനക്ക് നടന്നു കിട്ടിയത് എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ അവൻ്റെ അനുഭവം പറയുന്നുണ്ട്. നാമൊക്കെയും ജീവിതത്തിൽ ഒരുപാട് കുന്നോളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉള്ളവരാണ്. അതായത് ഇന്ന് ധാരാളം ആളുകളും ജീവിതം തന്നെ മടുത്തുകൊണ്ട് ജീവിക്കുന്നത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാത്തത് കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രോഗങ്ങളില്ലാതെ, കടങ്ങളില്ലാതെ, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ശമ്പളമുള്ള നല്ല ഒരു ജോലി. മാത്രമല്ല നല്ല സ്വാലിഹായ ഒരു ഇണയെ കിട്ടുക, സ്വാലിഹായ മക്കളെ കിട്ടുക, നല്ല സൗകര്യമുള്ള ഒരു വീട് ഉണ്ടായി കിട്ടുക, നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം കിട്ടുക. ഇതൊക്കെയും ഏതൊരു മനുഷ്യനും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ. എന്നാൽ ഇതൊക്കെയും ഒരു 95% ആളുകളും മനസ്സിൽ ഒരു ആഗ്രഹമായി കൊണ്ടു നടക്കുക എന്നല്ലാതെ അതൊന്നും നടന്നു കിട്ടാറില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറി കിട്ടാൻ അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലാതെ നമ്മൾ കടങ്ങളില്ലാത്തൊരു ജീവിതം ലഭിക്കുവാൻ വേണ്ടിയിട്ടും നല്ലൊരു വീട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും നല്ലൊരു വാഹനം വാങ്ങുവാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഒരുപാട് ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്തിട്ടോ ഒന്നും നമുക്ക് അത് ലഭിക്കില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാർഗം. അല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടാതെ നമ്മൾ എത്ര തന്നെ ജോലി ചെയ്താലും നമ്മൾ എത്ര തന്നെ ബിസിനസ് ചെയ്താലും അതൊക്കെയും നമുക്ക് തകർച്ചയാണ് ഉണ്ടാകുക. ഒന്നിലും ഒരു വിജയം ഉണ്ടാകില്ല. എല്ലാത്തിലും വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പറയണം. എന്നാൽ നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു മാർഗമാണ് അസ്മാഉൽ ഹുസ്ന. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യം അവനിക്ക് ഖൈറാണെങ്കിൽ അവനിക്ക് അത് നൽകും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങൾ ഈ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്, എൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ് നമ്മോട് ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉത്തരം തന്നിരിക്കും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും പെട്ടെന്ന് ഫലം ലഭിക്കും. അപ്പോൾ ഏതാണ് ആ ദിക്ർ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും വലിയ അത്ഭുതങ്ങളാണ്. ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ വലിയ മഹത്വങ്ങളാണ് ഉള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ നാമം നമ്മൾ പ്രത്യേകം ചില എണ്ണത്തിൽ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഫലം ലഭിക്കും. ഇനി ഞാൻ ഈ ദിക്ർ എൻ്റെ സുഹൃത്തായ ഒരു സഹോദരൻ ജീവിതത്തിൽ ചൊല്ലിയതുകൊണ്ട് അവനിക്ക് സാധിച്ചു കിട്ടിയ ഒരു വലിയ കാര്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് അവൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവം അവൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ സുഹൃത്തും ഞാനും 10ാം ക്ലാസ്സിൽ പഠിച്ച പരിചയമാണ് ഉള്ളത്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കണ്ടുമുട്ടുന്നത് 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതും കഴിഞ്ഞ വർഷം. അതും ഞാൻ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് അവനെ ഞാൻ കണ്ടുമുട്ടിയത്. എന്നാൽ അവനും എന്നെ പോലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. RTO വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്തുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയത്താണ് അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞത്. അവൻ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത വലിയൊരു വിഷമത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അത് എന്താണ് എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തന്ന ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ പെങ്ങന്മാരുമുണ്ട്. ഇവനാണ് ആ വീട്ടിലെ ചിലവെല്ലാം നോക്കുന്നത്. ഉപ്പാക്കാണെങ്കിൽ ജോലിയില്ല. കാരണം ഉപ്പാക്ക് ജോലിക്ക് പോവാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നാൽ ഇവൻ്റെ ജോലി ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇവനിക്ക് ശമ്പളം വളരെ കുറവായിരുന്നു. ആ ശമ്പളം കൊണ്ട് അവൻ്റെ വീട്ടിലെ ചിലവെല്ലാം കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ അവന് 3 പെങ്ങന്മാരാണ് ഉള്ളത്. 3 പെങ്ങന്മാരിൽ 2 പെങ്ങന്മാരുടെ കല്യാണപ്രായം ഏകദേശം അടുത്ത് വന്നിട്ടുമുണ്ട്. എന്നാൽ ഇവരെ കെട്ടിച്ചയക്കുന്നതിൻ്റെ ചിലവൊക്കെ ഇവൻ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഉപ്പാക്ക് അതിനൊന്നും കഴിയാത്തൊരു അവസ്ഥയാണ്. ആ സമയത്താണ് അവൻ അവൻ്റെ ജോലി ഒഴിവാക്കിക്കൊണ്ട് അവൻ്റെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം രൂപ അവൻ ലോൺ എടുത്തു. എന്നതിന് ശേഷം അവൻ കർണാടകയിൽ ഒരു ഷോപ്പ് അവൻ വാങ്ങിച്ചു. ആ ഷോപ്പിന് 10 ലക്ഷം രൂപ അവൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. അങ്ങനെ അവൻ തുടങ്ങിയ ഷോപ്പിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സന്തോഷത്തിലായിരുന്നു അവൻ. എന്നാൽ അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ആ ടൗണിലെ കുറച്ച് റൗഡികൾ ആ കടയിൽ വന്ന് ചായ കുടിച്ച് പോകുമായിരുന്നു. എന്നാൽ അവർ പണം കൊടുക്കില്ല, ചായ കുടിച്ച് പോകും. എന്നാൽ അവൻ അത് അത്ര കാര്യമാക്കില്ല. എല്ലാവരും പറയും അത് എല്ലാ കടയിൽ നിന്നും അവർ കുടിച്ചു പോകുന്നതാണ്, അത് നമ്മൾ ഉടക്കാൻ നിൽക്കണ്ട, അത് പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അവൻ മെയിൻറ്റ് ചെയ്യാതെ അങ്ങനെ പോയി. എന്നാൽ പിന്നീട് അവർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പിന്നീട് ചായ കുടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇവൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങാൻ തുടങ്ങി. എന്നാൽ അവർ പണം ചോദിച്ച സമയത്ത് ഇവൻ പണം കൊടുത്തില്ല. അങ്ങനെ അവർ ഭീഷണിപ്പെടുത്തി ഇവൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി. അപ്പോഴും അവിടെയുള്ള മറ്റുള്ള ആളുകളുമൊക്കെ പറഞ്ഞു അത് ഉടക്കാൻ നിൽക്കണ്ട, അത് പണം കൊടുത്ത് വിടുകയാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പണിയാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പണം കൊടുത്തു. എന്നാൽ പിന്നീട് അവർ പണം കൂട്ടി ചോദിച്ചു. വലിയ സംഖ്യ അവർ വാങ്ങിക്കൊണ്ടു പോകാൻ തുടങ്ങി. അങ്ങനെ അവന് വലിയ നഷ്ടം വരാൻ തുടങ്ങി. കാരണം കിട്ടുന്ന കാശ് വൈകുന്നേരമായാൽ ഇവർ വാരിക്കോരി കൊണ്ടുപോകും. പിന്നെ എങ്ങനെയാണ് അവനക്ക് ഒത്തുപോകുക? അങ്ങനെ അവൻ അവസാനം ആ കട അവൻ ഒഴിവാക്കിയ സമയത്ത് അവൻ ആ കടയുടെ അഡ്വാൻസ് ആ കടയുടെ ഓണറോട് ചോദിച്ചപ്പോൾ അവർ അത് തിരികെ കൊടുത്തില്ല. അങ്ങനെ അവനക്ക് കട തുടങ്ങുമ്പോൾ കൊടുത്ത 10 ലക്ഷം അഡ്വാൻസും അതുപോലെ തന്നെ കട തുടങ്ങാൻ വേണ്ടി ചിലവഴിച്ച
പണമെല്ലാം അവനക്ക് നഷ്ടമായി. മാത്രമല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, അതിൻ്റെ അടവ് അടക്കുകയും വേണം. അങ്ങനെ അവൻ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് അവൻ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് എന്ന് എന്നോട് വലിയ വിഷമത്തിലും പ്രയാസത്തിലും കൂടി എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവനക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ആ ദിക്ർ ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ അവനെ കാണുന്നത് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. 1 ആഴ്ച മുന്നേ ഞാൻ അവനെ കണ്ടു. ആ സമയത്ത് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഉസ്താദെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞു തന്ന ആ ദിക്ർ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടി. എൻ്റെ 10 ലക്ഷം രൂപയും എനിക്ക് തിരികെ കിട്ടി എന്ന് വലിയ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു. മാത്രമല്ല അവനിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാ കാര്യത്തിലും നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമാണ് എന്ന് അവൻ പറയുകയും ചെയ്തു. കാരണം അവൻ ആ 10 ലക്ഷം കിട്ടിയ അഡ്വാൻസിൽ നിന്നും അവൻ 2 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അവൻ സൗദിയിലേക്ക് പോയി. അവന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവന് അവിടെ വലിയൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി കിട്ടുകയും ഇപ്പോൾ അവന് 2 ലക്ഷം രൂപയുടെ മുകളിൽ സാലറി അവന് കിട്ടുന്നുണ്ട് എന്നും അവൻ എന്നോട് പറഞ്ഞു. എന്നാൽ 1 വർഷം മുന്നേ ഞാൻ അവനെ കണ്ട മുഖമല്ല, ഞാൻ ഇപ്പോൾ 1 ആഴ്ച മുന്നേ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തുള്ളത് വലിയ സന്തോഷമാണുള്ളത്. അവൻ എന്നോട് പറഞ്ഞു, ഈ ദിക്ർ ഞാൻ ഇപ്പോഴും എല്ലാ ദിവസവും ചൊല്ലി വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദിക്ർ ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ മുൻതഖിമു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ശിക്ഷിക്കുന്നവനെ, പ്രതികാരം ചെയ്യുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ട സമയം പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമാണ്. തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇസ്മ നിങ്ങൾ 3000 പ്രാവശ്യം ചൊല്ലുക. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ദിക്ർ 3000 പ്രാവശ്യം ചൊല്ലുക. മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ 3000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു സുജൂദ് ചെയ്യുക. എന്നിട്ട് ആ സുജൂദിലായിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് വലിയ താഴ്മയോട് കൂടി നിങ്ങൾ ചോദിക്കുക. കാരണം സുജൂദിലായിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല കരുണയുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ കാരണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് അവൻ്റെ അടിമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് വരെ അവനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 7 ദിവസമാണ്. ഈ രീതിയിൽ 7 ദിവസം നിങ്ങൾ ഇത് ചെയ്യുക. അതിനുള്ളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും. കാരണം ഈ ഇസ്മ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.